ഡോക്ടർ എം ബഷീറിനെതിരെ കാലിക്കറ്റ് സർവകലാശാല മലയാളം വിഭാഗം ബോർഡ് ഓഫ് സ്റ്റഡീസ് ബഷീറിനെ തള്ളിയുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസ് റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് സമർപ്പിച്ചു. ഗൗരി ലക്ഷ്മിയുടെ അജിത ഹരെ ദൃശ്യാവിഷ്കാരം ഭക്തിയുമായി ഇണങ്ങുന്നതല്ല എന്നാണ് ബഷീറിന്റെ റിപ്പോർട്ട് പറയുന്നത്. എന്നാൽ സിലബസുകളുടെ ഉള്ളടക്കം ഭക്തിഭാവം പരിശോധിച്ചല്ല. പുതിയ തലമുറയ്ക്ക് പരിചിതമായ കലാവിഷ്കാരം എന്ന നിലയ്ക്കാണ് വേടന്റെ ഗാനം ഉൾപ്പെടുത്തിയത്. സംഗീത താരതമ്യമാണ് സിലബസിൽ ഉൾപ്പെടുത്തിയതെന്ന നിഗമനം ശരിയല്ല. സിലബസിൽ അക്ഷരതെറ്റുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ റിപ്പോർട്ടിന് കഴിഞ്ഞില്ലെന്നും ബോർഡ് ഓഫ് സ്റ്റഡീസ് വ്യക്തമാക്കി. ഫസ്റ്റ് ഓൺ മീഡിയ വൺ. സലാം മുഹമ്മദ് ചേരുന്നു. സലാം, എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ? ധന്യ, ഡോക്ടർ എം ബഷീറിന്റെ റിപ്പോർട്ട് തള്ളുന്നതിനോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിനുള്ള അതൃപ്തി കൂടി അറിയിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് വൈസ് ചാൻസലർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ഒന്ന്, ഈ ഗൗരി ലക്ഷ്മിയുടെ അജിത ഹരേ മാധവ എന്ന് പറയുന്ന ആട്ടക്കഥയുടെ ദൃശ്യാവിഷ്കാരം ഇത് ഉൾപ്പെടുത്തിയത് ഭക്തിയുമായി ഇണങ്ങുന്നതല്ല എന്നുള്ളതാണ് റിപ്പോർട്ട് ഈ എം ബഷീറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ സിലബസുകളുടെ ഉള്ളടക്കം ഭക്തിഭാവം പരിശോധിച്ചല്ല, മതാത്മക കാഴ്ചപ്പാടുകൾക്ക് അക്കാദമിക് കമ്മിറ്റി പരിഗണനാർഹതമല്ലെന്നും ബോർഡ് ഓഫ് സ്റ്റഡീസ് പറയുന്നു. അതായത് മതാത്മക കാഴ്ചപ്പാടുകളോടുകൂടി ഒരു സിലബസ് രൂപീകരിക്കുന്നതല്ല, പകരം ദൃശ്യാവിഷ്കാരം എന്ന നിലയ്ക്ക് കുട്ടികൾക്ക് പഠിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സിലബസാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഭക്തിയില്ല എന്ന് പറയുന്നത് പരിഗണനാർഹമല്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വേടന്റെ ഗാനം ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വേടന്റെ ഗാനം ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഡോക്ടർ എം ബഷീറിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഇതിന് കാവ്യാത്മക സങ്കല്പങ്ങൾക്കപ്പുറത്തേക്ക് മറ്റു ആശയപരമായ ഈ അടുപ്പം ഈ ഗാനത്തിനില്ല, അതായത് വേടന്റെ കവിതയ്ക്കില്ല എന്നുള്ളതായിരുന്നു ഡോക്ടർ എം ബഷീർ പറഞ്ഞത്. എന്നാൽ ഈ പുതുതലമുറയ്ക്ക് പരിചിതമായ കലാവിഷ്കാരം എന്ന നിലക്കാണ് വേടന്റെ ഗാനം ഉൾപ്പെടുത്തിയത്. സാർവദേശീയ മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് വേടന്റെയും അതുപോലെ താരതമ്യ പഠനത്തിൽ ഉപയോഗിച്ച മൈക്കിൾ ജാക്സന്റെയും ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന് പറയുന്ന ഗാനം. അത് ഈ സാർവദേശീയമായ മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ താരതമ്യ പഠനം അല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ സംഗീത താരതമ്യമല്ല സിലബസിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് പറയുന്നത്. സംഗീത താരതമ്യ പഠനമാണ് ഉൾപ്പെടുത്തിയതെന്ന തലത്തിലായിരുന്നു ഡോക്ടർ എം ബഷീറിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് വേടന്റെയും അതുപോലെ ഗൗരി ലക്ഷ്മി ഹരേ മാധവ എന്ന് പറയുന്ന ദൃശ്യാവിഷ്കാരവും സിലബസിൽ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് തയ്യാറാക്കിയിട്ടുള്ള സിലബസിൽ നിരവധിയായിട്ടുള്ള അക്ഷരത്തെറ്റുകളും വ്യാകരണ പിഴവുകളും ഉണ്ടെന്നുള്ളത് ഈ എം ബഷീറിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ടെങ്കിലും എന്താണ് അക്ഷരത്തെറ്റ്, എന്താണ് വ്യാകരണ പിഴവ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഡോക്ടർ എം ബഷീറിന് കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഡോക്ടർ എം ബഷീർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിരവധിയായിട്ടുള്ള അക്ഷരത്തെറ്റുകളുണ്ട്, അതുപോലെ വ്യാകരണ പിഴവുകളുണ്ട്. ഈ പിഴവുകളും അതുപോലെ അക്ഷരത്തെറ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ റിപ്പോർട്ടാണ് വൈസ് ചാൻസലർക്ക് സമർപ്പിച്ചിട്ടുള്ളത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗൗരി ലക്ഷ്മിയുടെ ഹരിത ഹരേ മാധവ എന്ന് പറയുന്ന ഈ ഗാനവും, അതായത് ദൃശ്യാവിഷ്കാരവും, അതോടൊപ്പം തന്നെ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന ഗാനവും സിലബസിൽ ഉൾപ്പെടുത്താൻ തന്നെയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് തീരുമാനിച്ചിട്ടുള്ളത്.